ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. മൃതദേഹം എത്തിച്ച വലിയ പെരുമ്പുഴ പാലത്തിന് സമീപവും അനിൽകുമാറിന്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരടക്കം 21 പോലീസുകാരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലമാക്കി. ഒന്നാം പ്രതി അനിൽകുമാറിനെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രയേലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചായി സൂചന വരുന്നുണ്ട്. പോലീസ് കള്ളക്കേസ് ചമയ്ക്കുന്നുവെന്ന വാദവുമായി പ്രതിഭാഗം അഭിഭാഷകൻ സുരേഷ് മത്തായി രംഗത്തു വന്നു. പോലീസ് പ്രാഥമികമായി ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെപ്റ്റി ടാങ്ക് അടക്കം തുറന്ന് അവിടെ കഴിഞ്ഞ ദിവസമുള്ള പരിശോധന നടന്നത്. ആ പരിശോധനയുടെ ഭാഗമായിട്ട് എന്ത് തെളിവാണ് കിട്ടിയെന്നുള്ളത് നമുക്കിപ്പം റിമാൻഡ് റിപ്പോർട്ട് കൊണ്ടോ അല്ലെങ്കിൽ അതോടൊപ്പം ഉള്ള കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊണ്ടോ ഒന്നും തന്നെ വ്യക്തമല്ല. അവിടെ ഈ നടത്തിയ പരിശോധനയെ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും റിമാൻഡ് റിപ്പോർട്ടിനകത്തും ബാക്കിയുള്ളതിനകത്തും ഇല്ല. ഒന്നാം പ്രതി എന്ന് പറയുന്ന അനിൽ, ആ അനിൽ ഇവിടെ ഇപ്പോൾ സ്ഥലത്തില്ല. പിന്നെ അയാൾ വരണം. അയാൾ വന്നതിന് ശേഷം മാത്രമല്ലേ ഇതിനകത്ത് മറ്റ് ഒരു പ്രോഗ്രസ്, അന്വേഷണത്തിൻ്റെ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ആ ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ കഴിയില്ല. ഓക്കെ, പ്രതികൾ കസ്റ്റഡിയിൽ കഴിയുന്ന മാന്നാർ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് മനീഷ് മഹിബാലും ഒന്നാം പ്രതി അനിൽകുമാറിൻ്റെ വീടിന് മുന്നിൽ നിന്ന് AV ജയശങ്കറും തത്സമയം ചേരുകയാണ്. ആദ്യം മനീഷ് മഹിബാലിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. മനീഷ് മഹിബാൽ, യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് SK. നിലവിൽ ഈ മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ് 6 ദിവസത്തെ കസ്റ്റഡിയിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള ഒന്നാം പ്രതി ജിനു, രണ്ടാം പ്രതി സോമരാജ്, മൂന്നാം പ്രതി പ്രമോദ്. ഈ 3 പ്രതികളും നിലവിൽ ഈ മാന്നാർ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവരെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന വിവരമുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഉറപ്പില്ല, കാരണം 6 ദിവസം പോലീസിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ പോലീസിനെ വലയ്ക്കുന്നത്, പോലീസിന് ഏറ്റവും സങ്കീർണമായ വിഷയം ഒന്നാം പ്രതി അനിൽകുമാർ. കാരണം ഈ കൃത്യം നടത്തിയത് പോലും അനിൽകുമാർ ഒറ്റയ്ക്കാണെന്ന സംശയമാണ് ഉള്ളത്. മറ്റു പ്രതികൾക്കെതിരെയും കൊലപാതക കുറ്റമുണ്ടെങ്കിലും ഒന്നാം പ്രതി അനിൽകുമാർ സ്വമേധയാ നാട്ടിലേക്ക് വരാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നുവെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇയാൾ നിലവിൽ ഇസ്രയേലിൽ, ഇയാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം വന്നു. നാട്ടിലെ വിവരങ്ങളൊക്കെ തന്നെ ഇയാൾ അറിഞ്ഞ് രക്തസമ്മർദ്ദം വന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലൊക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ രക്തസമ്മർദ്ദം കൂടി മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്ന് ഇസ്രയേലിൽ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് അവിടെയുള്ള ഡോക്ടർമാർ വീട്ടുകാരെ അറിയിച്ചതും വീട്ടുകാർ ആ വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാർ വരാൻ വൈകിയാൽ ഈ കേസിനെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ബാധിക്കും. ഇനി സ്വമേധയാ വരാൻ തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയം വഴി, ഒപ്പം തന്നെ ഇന്റർപോൾ വഴി ആദ്യം ബ്ലൂ കോർണർ നോട്ടീസോ പിന്നീട് റെഡ് കോർണർ നോട്ടീസോ ഒക്കെ തന്നെ പുറപ്പെടുവിക്കണം. അതിനൊട്ടേറെ കടമ്പകളുണ്ട്. ഒപ്പം തന്നെ അതിന് ഒത്തിരി കാലതാമസം ഉണ്ടാകും. അത് കേസിനെ ബാധിക്കും. 6 ദിവസത്തെ കാലാവധി മാത്രമാണ് ഈ പ്രതികൾക്കുള്ളത്. ഈ പ്രതികളുടെ ഈ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ തന്നെ അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് ഇവരുമായി ഒരുമിച്ച് തെളിവെടുക്കാൻ പോയാലോ അല്ലെങ്കിൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാലോ ഒക്കെ ആയിരിക്കും പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുക. നിലവിൽ പോലീസ് തയ്യാറാക്കിയിട്ടുള്ള FIR-ലും റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലും ഈ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ വളരെ കുറവാണ്. കാരണം ആലപ്പുഴയിൽ നിന്ന്, അതായത് എറണാകുളത്ത് നിന്ന് ഈ കലയെ കൂട്ടിക്കൊണ്ടുവന്നു. അതായത് 15 വർഷങ്ങൾക്ക് മുമ്പ് 2009 ഡിസംബർ മാസം ആദ്യ ആഴ്ചയാണ് കലയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്നത്. മറ്റൊരു കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതിൻ്റെ വൈര്യം, അതിൻ്റെ പ്രതികാരത്തിനായിരുന്നു എറണാകുളത്ത് ജോലി ചെയ്യുന്ന കല അവിടെ നിന്നും സ്നേഹപൂർവ്വം ആലപ്പുഴയിലേക്ക് വിളിച്ചുകൊണ്ടുവരികയും അവിടെ നിന്ന് തട്ടാരമ്പലത്തിൽ നിന്ന് മാന്നാറിലേക്കുള്ള യാത്രയിൽ വലിയ പെരുമ്പുഴ പാലത്തിന് അവിടെ എത്തുമ്പോൾ ഈ മറ്റു പ്രതികളൊക്കെ തന്നെ കാണുന്നത് കാറിനുള്ളിൽ മരിച്ച നിലയിലാണ്. അതുകൊണ്ട് എങ്ങനെ കൊലപ്പെടുത്തി എന്ന് പോലും പോലീസിന് അറിയില്ല. വലിയ പെരുമ്പുഴ പാലത്തിൽ മൃതദേഹം എത്തുമ്പോൾ മുതലുള്ള കാര്യങ്ങളാണ് മറ്റു പ്രതികൾക്കും അറിയുന്നത്. അതുകൊണ്ട് ഈ നിലവിലുള്ള പ്രതികൾ മാത്രമാണ് ഈ പോലീസിൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഈ കേസിനെ സംബന്ധിച്ച് സാഹചര്യ തെളിവുകൾ, ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുടെ ഒക്കെ തന്നെ അഭാവമുണ്ട്. നിലവിൽ പോലീസിനുള്ള ഏക ഒരു കച്ചിത്തുരുമ്പ് ഈ കേസിലെ മുഖ്യ സാക്ഷിയായ സുരേഷ് ആദ്യം പ്രതി പട്ടികയിലുള്ള ആളായിരുന്നു. സുരേഷിനെ പിന്നീട് മാപ്പ് സാക്ഷിയാക്കി. സുരേഷാണ് പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം, മൊഴികളെല്ലാം നൽകിയത്. ഈ കേസിൽ ഈ പ്രതികളാണ്, അതായത് ഈ 2, 3, 4 പ്രതികളാണ് മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചത്. അനിൽകുമാർ പക്ഷേ എവിടെ വെച്ച് കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി, ആരുടെ വാഹനത്തിലാണ് എത്തിയത്, അനിൽകുമാർ മാത്രമാണോ കൊലപാതകത്തിൽ ഉണ്ടായിരുന്നത്, ഇതിൻ്റെ ആയുധങ്ങൾ എവിടെയാണ്, അന്ന് വാടകയ്ക്കെടുത്ത കാർ എവിടെയാണ്, 15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസായതുകൊണ്ട് അതിന് അത്ര
ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് കണ്ടെത്തുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സംബന്ധിച്ച് പോലീസിന് ഈ കേസ് കൂടുതൽ സങ്കീർണമാക്കുന്നത് ശരീര അവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് പോലും പോലീസിന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഈ അനിൽകുമാറിൻ്റെ വീട്ടിലെ സെപ്റ്റി ടാങ്കിൽ പോലീസ് മിനിഞ്ഞാന്ന് നടത്തിയ പരിശോധനയിൽ പോലും കാര്യമായ രീതിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടില്ല. ഇനി അഥവാ ലഭിച്ചിട്ടുള്ള മൃതദേഹാവശിഷ്ടങ്ങളാണെങ്കിൽ പോലും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് എത്തിച്ച ശേഷം അത് സാങ്കേതികമായി അത് സ്ഥിരീകരിക്കണം. അത് കലയുടേതാണെന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ കേസിൽ അടക്കം കോടതിയിൽ അത് ഈ പോലീസിന് സമർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. കോടതി അതുകൊണ്ട് തന്നെ ഇത്തരം തെളിവ് ശേഖരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തെളിവ് ശേഖരണത്തിലെ തന്നെ പോലീസ് ഈ 6 ദിവസം വിനിയോഗിക്കും. അതിനുവേണ്ടി 3 പ്രതികളെയും പലയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ഒപ്പം തന്നെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള സജീവ ശ്രമം ഊർജിതമാക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു മനീഷ്. മഹിപാൽ, എ വി ജയശങ്കർ കൂടി ചേരുന്ന നമുക്കൊപ്പം ഈ പ്രതിയെന്ന് വിശ്വസിക്കുന്ന അനിൽകുമാറിൻ്റെ വീട്ടിന് മുന്നിലാണ് ഇപ്പോൾ എ വി ജയശങ്കർ ഉള്ളത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ഇപ്പോൾ രക്തസമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് ഇദ്ദേഹത്തിനെ ഇസ്രായേലിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്ത വരുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? എപ്പോഴാണ് ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കഴിയുക? അതിൽ എന്തൊക്കെ ചുവടുവയ്പ്പാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ അനിൽകുമാറിന് ഇത്തരത്തിൽ രക്തസമ്മർദ്ദം ഉണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം ഡോക്ടർമാർ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയിക്കുന്നത്. കുടുംബമാണ് ഈ വിവരം, അദ്ദേഹത്തിൻ്റെ പിതാവാണ് പോലീസിനെ ഇക്കാര്യം അറിയിക്കുന്നത്. എന്തായാലും എത്രയും വേഗം അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് പോലീസിൻ്റെ ശ്രമം. നിലവിൽ ഇന്റർപോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലെത്തിക്കേണ്ട എന്നാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം ഇതിന് കുറച്ചധികം സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, കുറച്ചധികം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് നിലവിൽ ആലോചിക്കുന്നത്. ഇയാളുടെ പാസ്പോർട്ട് രേഖകൾ ഉൾപ്പെടെ ഉള്ള രേഖകൾ കഴിഞ്ഞ ദിവസം പോലീസ് പൂർണ്ണമായും ശേഖരിച്ചിരുന്നു. വീട്ടിലുൾപ്പെടെ പരിശോധന നടത്തിയതിൻ്റെ കോപ്പി ഉൾപ്പെടെ പോലീസ് കൊണ്ടുപോയിരുന്നു. ഇതിനുശേഷം ഇന്നത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി വിദേശ മന്ത്രാലയത്തിൻ്റെ കേരളത്തിലെ നോഡൽ ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാനാണ് പോലീസിൻ്റെ നീക്കം. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മന്ത്രാലയത്തെ ധരിപ്പിക്കും. അതിനുശേഷം എംബസി വഴി ഇസ്രായേൽ സർക്കാരിനെ സമീപിച്ച് എത്രയും വേഗം ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിനിടയിലാണ് ഇദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അസുഖം യഥാർത്ഥമാണോ, ഇത് മറ്റേതെങ്കിലും തരത്തിൽ അവിടെ തുടരാനുള്ള ഒരു നാടകമാണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ അനിൽകുമാറുമായി ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അക്കാര്യം ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇയാൾ കൃത്യമായി കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒരു തലത്തിൽ ഇയാൾക്ക് നാട്ടിലേക്ക് വരാനുള്ളൊരു താല്പര്യമില്ലായ്മ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രിവാസം ഏതെങ്കിലും തരത്തിലുള്ള നാടകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വമേധയാ ഈ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ എംബസി വഴിയുള്ള ഇടപെടൽ വഴി ഇയാളെ നാട്ടിലെത്തിക്കാൻ സാധിക്കാതെ വന്നാൽ മാത്രം ഇന്റർപോളിനെ ഇടപെട്ടിച്ചുകൊണ്ട് ഈ റെഡ് കോർണർ, ബ്ലൂ കോർണർ നോട്ടീസുകൾ പുറപ്പെടുവിച്ച് ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമായിരിക്കും പോലീസ് നടത്തുക. പക്ഷേ അതൊരു രണ്ടാം ഘട്ടം എന്ന തലത്തിൽ മാത്രമായിരിക്കും. നിലവിൽ ഈ വിദേശകാര്യ മന്ത്രാലയം വഴി ഇടപെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കാനാകും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട രീതിയിലാണ് പോലീസ് നീങ്ങുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഇദ്ദേഹത്തിൻ്റെ കുടുംബവുമായി നിരന്തരം ആശയവിനിമയത്തിൽ ഉണ്ട്. കുടുംബം നിലവിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. തെളിവുകൾ ജയശങ്കറാണ് ഈ മൂന്നാറിലെ പ്രതി അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ നമുക്കൊപ്പം ചേർന്നത്. എത്രയും പെട്ടെന്ന് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.